നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനാണ് ട്രാവൽ ചെയ്യുന്നതും പഠിച്ചിട്ടുണ്ട്. ബട്ട് വി ക്യാൻ ഓൾസോ ബെൻഡ് ദ ലൈറ്റ്. നമുക്ക് ലൈറ്റിനെ ബെൻഡ് ചെയ്യാനും പറ്റും. അങ്ങനെ ലൈറ്റ് ബെൻഡ് ചെയ്യുന്ന ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ എന്നാണ് പറയുക. നിങ്ങൾ വിഷ്വലിൽ നോക്കുക. വിഷ്വലിൽ പറയുന്ന 4 കേസും, ഫസ്റ്റ് പിക്ചർ, രണ്ടാമത്തെ പിക്ചർ, മൂന്നാമത്തെ, നാലാമത്തെ 4 കേസസിൻ്റെയും റീസൺ റിഫ്രാക്ഷനാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പെൻസിൽ വാട്ടറിൽ വെള്ളത്തിലേക്ക് ഇമ്മേഴ്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്, മുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ വാട്ടർ മീഡിയത്തിൽ നോക്കിയാൽ പെൻസിൽ ബെൻഡ് ചെയ്തിട്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ അവിടെ അതിൻ്റെ റീസൺ 2 മീഡിയമാണ്, വാട്ടറും ഉണ്ട് എയറും ഉണ്ട്. അപ്പോൾ ലൈറ്റ് പെൻസിൽ എയറിലും ഉണ്ട്, പെൻസിൽ വാട്ടറിലും ഉണ്ട്. അപ്പോൾ 2 മീഡിയം ചേഞ്ച്. അപ്പോൾ ആ മീഡിയം ചേഞ്ച് നടക്കുമ്പോഴാണ് റിഫ്രാക്ഷൻ എന്നുള്ള ഫിനോമിന നമ്മൾ ഒബ്സർവ് ചെയ്യാം. അതുപോലെ രണ്ടാമത്തെ കേസ് ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെയാണ്. അത് ഒന്നുമില്ല, സ്വിമ്മിംഗ് പൂള് ഇനി ഏതായാലും ഇപ്പോൾ പുഴയോ അല്ലെങ്കിൽ തോട്ടിലോ ഒക്കെ പോയിട്ട് നമ്മളൊരു കല്ലെടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ കൈ ഇറക്കി വെച്ചതിനെക്കാട്ടും ഒന്നും കൂടെ നമ്മൾ വിചാരിക്കും കല്ല് നമ്മളെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കും. പക്ഷേ ഒന്നും കൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടെ ആഴത്തിലായിരിക്കും കല്ലുണ്ടാവുക. ഇതിൻ്റെ റീസണും റിഫ്രാക്ഷൻ തന്നെയാണ്. ഇനി മൂന്നാമത്തെ കേസ് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഫോണിലോ ഒക്കെ ഒരു ഏറോ വരച്ചിട്ട് ആ ഏറോൻ്റെ മുന്നിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് വെച്ച് നോക്കിയാൽ മനസ്സിലാവും ആ ഏറോയുടെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റീസണും റിഫ്രാക്ഷനാണ്. ഇനി നാലാമത്തെ കേസ് ഐ ഗ്ലാസസ്. നമ്മളൊക്കെ യൂസ് ചെയ്യാറുണ്ട്, ഐ ഗ്ലാസസ് യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെയും റീസൺ റിഫ്രാക്ഷനാണ്. Therefore, we can define refraction. It is the phenomenon of bending of light ray when it travels from one medium to another. നിങ്ങൾ വിഷ്വൽ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ലൈറ്റ് റേ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ബെൻഡ് ചെയ്യുന്നു. ബെൻഡ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത് എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണെങ്കിൽ എയറിൻ്റെ വെലോസിറ്റി നിങ്ങൾക്കറിയാം. ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്ന എയറിൻ്റെ വെലോസിറ്റി നിങ്ങൾക്കറിയാം. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് എയറിൽ നിങ്ങൾക്കറിയാം. അപ്പോൾ അത് എയറിന്ന് ഗ്ലാസ്സിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കുറയുന്നു, അത് സ്ലോ ആവുന്നുണ്ട്. അപ്പോൾ ആ ലൈറ്റിൻ്റെ വെലോസിറ്റി സ്ലോ ഡൗൺ ആവുന്നത് കൊണ്ടാണ് ലൈറ്റ് ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലോസ് ഓഫ് റിഫ്രാക്ഷൻ. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ ഇൻസിഡൻറ്റ് റേ, ദ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ടു ദ ഇൻ്റർഫേസ് അറ്റ് ദ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പഠിച്ചത്, ചെറിയ വ്യത്യാസം, റിഫ്രാക്റ്റഡ് റേ എന്നുള്ള സ്ഥാനത്ത് റിഫ്ലക്റ്റഡ് റേ ആണെന്നുള്ള വ്യത്യാസം മാത്രം. ഓക്കെ, അപ്പോൾ നോക്കൂ, ഡയഗ്രാം നോക്കാം. ഇൻസിഡൻറ്റ് റേ വരച്ചിട്ടുണ്ട്, റിഫ്രാക്റ്റഡ് റേ വരച്ചിട്ടുണ്ട്, നോർമൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻസിഡൻറ്റ് റേ സർഫസിൽ ഫോൾ ചെയ്യുന്ന പോയിന്റിലൂടെ സർഫസിന് വരച്ച നോർമലാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരച്ച നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിന് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ അങ്ങനെ വരച്ച നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആർ. അപ്പോൾ ഇത്രയാണ് അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, the ratio of the sine of angle of incidence to the sine of angle of refraction is a constant. That is, sin I by sin R is equal to n2 by n1. ഇതിനൊരു പേരും കൂടെ വിളിക്കുന്നുണ്ട്, സ്നെൽസ് ലോ എന്ന് വിളിക്കുന്നുണ്ട്. ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഈ n2 എന്നുള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി സെക്കൻഡ് മീഡിയം ആണ്. n1 എന്ന് പറഞ്ഞാൽ ഇതാ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. n1 എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഫസ്റ്റ് മീഡിയം. എപ്പോഴും ഓർത്തോളാം, ഇവിടെ
ആദ്യം വരുന്നത്, അതായത് മുകളിൽ വരുന്നത് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം വിച്ച് ബെൻഡ്സ് ദ ലൈറ്റ്. ലൈറ്റിനെ ബെൻഡ് ചെയ്യുന്ന മീഡിയം ഏതാണോ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് മുകളിൽ എഴുതേണ്ടത്. ഇതിന് ഇങ്ങനെയും എഴുതാറുണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു n21 എഴുതാറുണ്ട്. അതും ഒന്ന് ശ്രദ്ധിക്കുക, n21. അപ്പോൾ n21 എഴുതുമ്പം ആദ്യം എഴുതുന്ന നമ്പർ, അതായത് 2 എന്ന് വരുന്നത് ഏത് മീഡിയമാണോ ലൈറ്റിനെ ബെൻഡ് ചെയ്യുന്നത് ആ മീഡിയത്തിൻ്റെതാണ് ആദ്യം എഴുതേണ്ടത്. അതായത് ഇവിടെ n2 എന്നുള്ള രണ്ടാമത്തെ മീഡിയമാണ് ലൈറ്റിനെ ബെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ 2 ഞാൻ അതിൻ്റെ നമ്പർ ആദ്യം എഴുതിയിട്ടുണ്ട്. അപ്പോൾ n21. ഓക്കെ, ഇതിന് ഈ റേഷ്യോയ്ക്ക് പറയുന്നത്, അതായത് ഈ റിലേഷൻ sin i by sin r is equal to n21, അതിന് പറയുന്നതാണ് സ്നെൽസ് ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലൈറ്റിന് മാക്സിമം വെലോസിറ്റി വാക്വത്തിലാണുള്ളത്. ദിസ് മാക്സിമം വെലോസിറ്റി 3 × 10⁸ m/s ആണ്. ഇതും നമ്മൾ പഠിച്ചതാണ്. ഇനി ഒരു ലൈറ്റ് വാക്വത്തിൽ നിന്ന് എയറിലേക്ക് ട്രാവൽ ചെയ്യുമ്പം അതിൻ്റെ വെലോസിറ്റി ഈ 3 × 10⁸ m/s നിന്നും കുറയുക ചെയ്യുക, അതായത് വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. ഹെൻസ് ദ ലൈറ്റ് റേസ് ബെൻഡ്സ് ടുവേർഡ്സ് ദ നോർമൽ. ഇതേപോലെ ഒരു ലൈറ്റ് വാക്വത്തിൽ നിന്ന് വാട്ടറിലേക്ക് ട്രാവൽ ചെയ്യുമ്പം ഇറ്റ്സ് വെലോസിറ്റി ഓൾസോ ഡിക്രീസസ്. ഓൾസോ ദ ലൈറ്റ് റേ ബെൻഡ്സ് ടുവേർഡ്സ് ദ നോർമൽ. ഇനി അതേപോലെ ഒരു ലൈറ്റ് റേ വാക്വത്തിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പിന്നെയും അതിൻ്റെ വെലോസിറ്റി കുറയും. ദിസ് ഡിക്രീസ് ഇൻ വെലോസിറ്റി ഈസ് ബിക്കോസ് ഇങ്ങനെ ഈ ഓരോ മീഡിയത്തിൽ നിന്ന്, അതായത് വാക്വത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പം വെലോസിറ്റി കുറയുന്നത് ഈ 3 മീഡിയം, അതായത് എയർ, വാട്ടർ, ഗ്ലാസ്, 3 മീഡിയം ഒപ്റ്റിക്കലി ഡെൻസർ ആയതുകൊണ്ടാണ്. വാക്വത്തിനെ കമ്പയർ ചെയ്യുമ്പം എയറും ഗ്ലാസും വാട്ടറും ഒപ്റ്റിക്കലി ഡെൻസറാണ്. ഇനി എന്താ ഒപ്റ്റിക്കലി ഡെൻസർ എന്ന് ചോദിച്ചാൽ, ഒരു മെറ്റീരിയലിനെ എത്രത്തോളം ലൈറ്റിനെ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും അതാണ് ഒപ്റ്റിക്കലി ഡെൻസർ എന്ന് പറയുന്നത്. അങ്ങനെ ലൈറ്റിൻ്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ലൈറ്റിൻ്റെ വെലോസിറ്റി എത്രത്തോളം കുറയുന്നു, ലൈറ്റിൻ്റെ വെലോസിറ്റി എത്രത്തോളം കുറയുന്നു എന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആ ടേം നമ്മൾ സ്നെൽസ് ലോ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവിടെ വന്നിട്ടുണ്ട്. അതിന് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഓക്കെ, ഇതിൻ്റെ നേരെ റിവേഴ്സ് ആയിരിക്കും. ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം ഗ്ലാസ് ടു വാക്വം, അതുപോലെ വാട്ടർ ടു വാക്വം, എയർ ടു വാക്വം. ദ റിഫ്രാക്റ്റഡ് റേ ബെൻഡ്സ് away from the normal. There is another interesting case where the light is incident normally on the second medium. As you can see, the incident ray is along the normal here. But even though the light is traveling from air to glass, can you see that there is no bending taking place? So we say there is no refraction happening here. But does the speed of light change when it enters the glass block? The answer is yes. As expected, the light will slow down when it goes from air to glass. But in this interesting case, there is no bending of light happening here. What is the angle of incidence here? That's right, it's 0. The angle between the incident ray and the normal is 0. What is the angle of refraction in this case? Correct, it's 0. The angle between the refracted ray and the normal here is 0. For a rectangular slab, the refraction takes place at the 2 interfaces. ഇതിൻ്റെ ഡയഗ്രാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ ഡയഗ്രാം നോക്കുക. അപ്പോൾ ഇവിടെ റിഫ്രാക്ഷൻ നടക്കുന്നത് എയർ ടു ഗ്ലാസും അതുപോലെ ഗ്ലാസ് ടു എയറുമാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്.
അപ്പോൾ നിങ്ങൾ ഇത് തന്നെ ഒന്ന് ബുക്കിൽ വരച്ച് നോക്കുക. അപ്പോൾ ആദ്യം ഒരു ഗ്ലാസ് പ്ലേറ്റ് വരയ്ക്കുക. ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഒരു ഫേസിലേക്ക് ലൈറ്റർ എൻ്റർ ചെയ്യുന്നു. ആ എൻ്റർ ചെയ്ത പോയിൻറ്റിലൂടെ ആ ഫേസിന് നോർമൽ വരയ്ക്കുക. അപ്പോൾ നേരത്തെ പഠിച്ചത് പ്രകാരം എയർ ഒരു റെയറർ മീഡിയമാണ്, ഗ്ലാസ് ഒരു ഡെൻസർ മീഡിയം. അപ്പോൾ റെയറർ ടു ഡെൻസർ മീഡിയം റിഫ്രാക്റ്റഡ് റേ ബെൻഡ്സ് ടുവേർഡ്സ് ദ നോർമൽ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ റിഫ്രാക്റ്റഡ് റേ നോർമലിന് അടുപ്പിച്ച് വരയ്ക്കുക. ഓക്കെ, ഇനി ആ റേ ആണ് അടുത്ത ഫേസിലേക്ക്, അതായത് അടുത്ത റിഫ്രാക്ഷൻ വിധേയമാകുന്നത്. ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് ആ റേ കടക്കുന്നു. അപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്ക് കടക്കുമ്പോൾ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയത്തിലാണ് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ റിഫ്രാക്റ്റഡ് റേ ബെൻസ് എവേ ഫ്രം ദ നോർമൽ. അപ്പോൾ അതുപോലെ ആ സർഫസിന് നോർമൽ വരച്ചിട്ട് നോർമലിൽ നിന്നും റിഫ്രാക്റ്റഡ് റേ അകന്നു പോവുക ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ അകന്നു പോകുന്ന പോലെ റിഫ്രാക്റ്റഡ് റേ വരയ്ക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് വരച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം വരച്ച റേ, അതായത് എമർജൻറ്റ് റേയും ലാസ്റ്റ് വരച്ച റിഫ്രാക്റ്റഡ് റേയും പരസ്പരം നിങ്ങൾക്ക് പാരലായിട്ട് കിട്ടും. ആക്ച്വൽ സൺറൈസിന് തൊട്ട് മുമ്പും ആക്ച്വൽ സൺസെറ്റിന് ശേഷവും സൂര്യബിംബം കാണാൻ സാധിക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിന് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ടെന്ന്. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്നും മുകളിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയാണ് ചെയ്യുക. ഓക്കെ, ഓപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയുന്നുണ്ട്. അപ്പം ഹൊറൈസണിലുള്ള ഒരു സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് റേ അറ്റ്മോസ്ഫിയറിൽ എൻ്റർ ചെയ്യുമ്പം അതിൻ്റെ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി ഡിഫറെൻറ്റ് ലെയേഴ്സിൻ്റെയും ഓപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വേരിയേഷൻ ഉള്ളത് കൊണ്ട് ദ ലൈറ്റ് റേ ഗെറ്റ്സ് റിഫ്രാക്റ്റഡ് ആൻഡ് ബെൻഡ്സ്. അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് നോക്കുന്ന ഒരു ഒബ്സർവർക്ക് സണ്ണിൻ്റെ ആക്ച്വൽ പൊസിഷനെക്കാട്ടും ഒന്നും കൂടി മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് കാണാൻ പറ്റുക. Therefore, the observer can see the sun 2 minutes before the actual sunrise. രണ്ടാമത്തെ ടോപ്പിക്ക് ടിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്. അത് നമ്മൾ ഫസ്റ്റ് കേസ് പറഞ്ഞതുപോലെ തന്നെ ഏകദേശം എക്സ്പ്ലെയിൻ ചെയ്യാം. Since the atmosphere has different layers, optical density decreases as we move away from the Earth's surface. Stars have their own light. When the starlight enters the atmosphere, it gets refracted, and when it comes to us, its position, that is, star's position, gets shifted. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ സണ്ണിൻ്റെ കേസിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇവിടുത്തെ വ്യത്യാസം എന്താ പറഞ്ഞാൽ എയർ ഒരു ഫ്ലൂയിഡാണ് നമുക്കറിയാം, ആൻഡ് ഇറ്റ് ഹാസ് ദ പ്രോപ്പർട്ടി ടു ഫ്ലോ, ആൻഡ് therefore there is a continuous variations in atmospheric layers. ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സിൽ വേരിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ there is a change in the apparent position of the stars. This occurs stars twinkling. But in the case of planets, they are very closer to us. Therefore, there is no change in position and brightness. Therefore, planets do not twinkle.
വിഷ്വല് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ പ്ലാനറ്റിൻ്റെ പൊസിഷൻ ഷിഫ്റ്റ് ആവുന്നില്ല. അടുത്ത ടോപ്പിക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. That is, from a denser medium to a rarer medium. When a ray of light is incident on a refracting surface, a major part of the incident light is refracted and a small portion is reflected. The refracted ray bends away from the normal after refraction. That is, the angle of refraction R is greater than the angle of incidence I. Now, if we increase the angle of incidence, the angle of refraction also increases. And for a certain angle of incidence, say IC, the refracted ray grazes over the surface of separation and the angle of refraction will be 90 degrees. IC is referred to as the critical angle. Critical angle is that angle of incidence for which a ray of light while moving from a denser to a rarer medium just grazes over the surface of separation of the two media. That is, the angle of refraction is equal to 90 degrees. If we further increase the angle of incidence, the light ray, instead of getting refracted, bounces back into the same medium, obeying the laws of reflection. This is known as total internal reflection. Conditions to be satisfied for total internal reflection to take place are: the ray of light must travel from a denser medium to a rarer medium. The angle of incidence must be greater than the critical angle for those two media. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ വിഷ്വൽ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ബീക്കറിലോ വെള്ളം നിറച്ചിട്ട് അതിൽ ഒരു ഡ്രോപ്പ് ഡെറ്റോൾ ആഡ് ചെയ്യാം. ഈ ഡെറ്റോൾ ആഡ് ചെയ്യുന്നത് വെള്ളത്തിനൊരു കളർ വ്യത്യാസം വരുത്താൻ വേണ്ടി മാത്രമാണ്. അതായത് ലൈറ്റിൻ്റെ പാത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. എന്നിട്ട് ഇതാ വിഷ്വൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ലേസർ ചിലപ്പോൾ നിങ്ങളെ കയ്യിൽ തന്നെ കാണും. ചിലവരുടെ കയ്യിലൊക്കെ കാണാം ഒരു ടോയ് ലേസർ, കുട്ടികൾ കളിക്കുന്നൊക്കെ ലേസർ നമ്മളെ കയ്യിലൊക്കെ ഉണ്ടാവാറുണ്ട്. ആ ലേസർ തന്നെ ധാരാളം. ആ ലേസർ ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ഡെറ്റോൾ വാട്ടറിലേക്ക് ലേസർ ഒന്ന് അടിച്ചു നോക്കുക. നിങ്ങൾ വിഷ്വൽ ശ്രദ്ധിക്കുന്നുണ്ടാവും. ആ രീതിയിലൊന്ന് അതായത് ചരിച്ചിട്ട് അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് ലേസറിലായിട്ട് അടിച്ച് നോക്കിയാൽ ശരിക്കും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യാം. ഒന്ന് ചെയ്ത് നോക്കണേ വീട്ടിൽ നിന്ന്. Hi. And we are back with the concept of physics for you, and for that I want you all to look very carefully at the road. Can you see that? It seems like we are driving in a river. And you look carefully, as you're going closer, layer by layer is actually disappearing. There goes a layer. Right. And see the next layer, right? This is amazing, right? Don't you feel we should understand how exactly this happens? And for that, my friend here Pooja is going to take you to a desert. So, are you guys ready? Now, seeing water on a highway is one thing, but imagine a thirsty traveler traveling in a desert. He sees water. There is nothing more miserable than that, right? Let's understand why this happens. Basically, what happens is during day the land becomes hot. Because of that, the air molecules above are warm. But as you go up, it keeps on becoming cooler and cooler. That means right now at this level,
If I hold my hand like this, I can clearly see the difference. That is, my lower hand is much more warmer in comparison to the above hand, which is much more cooler. So what we have understood is the layer at the bottom is more warmer, but as you go up, it gradually keeps on becoming cooler and cooler. Now, the light from the sun hits the object. The tree there is the object. After hitting the object, the light will reflect and it will enter the first layer. Now, the first layer is denser. Now, as and when the light is going from denser to rarer, it will keep on bending away from the normal. So, at each layer, what you see is the light is bending away from the normal. But at one point, what you will notice is light will hit at an angle which is greater than critical angle. And at that point, instead of light undergoing refraction, the light will undergo total internal reflection and enter my eye. Now, once it enters my eye, human eye always perceives that light always travels in a straight line. So now I can see the reflection there at the bottom. So the reflection of the tree is there. Similarly, the reflection of the cloud is also seen there and that appears like water. So that is how mirage takes place. So let's summarize the key points. For mirage to occur, there has to be total internal reflection. And for total internal reflection, there has to be two conditions that needs to be fulfilled. The first one is light should always enter from denser medium to rarer medium. And the second condition is very simple. Light should hit at an angle which is greater than critical angle. So here are some amazing mirages that happen in nature. The critical angle for a diamond is 24.4 degree. അതായത് വളരെ കുറഞ്ഞ ക്രിട്ടിക്കൽ ആംഗിളാണ് ഡയമണ്ടിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം ലൈറ്റ് ഡയമണ്ടിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പല പ്രാവശ്യം ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് വിധേയമാകുന്നുണ്ട്. അത് തന്നെയാണ് ഡയമണ്ടിൻ്റെ ബ്രില്യൻസിന് കാരണവും. By cutting the diamond suitably, multiple total internal reflection can be made to occur. Prisms are designed to bend the light ray 90 degree or 180 degree using total internal reflection. ഒന്ന് വിഷ്വൽ നോക്കണേ. Such prisms are used in periscopes to view objects that are lower or higher than our eye level. അതായത് ടാങ്കുകളിൽ സബ്മറൈൻസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതുപോലത്തെ പ്രിസംസ് ബൈനോക്കുലറിലും യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് വിഷ്വൽ നന്നായി ശ്രദ്ധിക്കാം. The refractive index of the material of the core is higher than that of the cladding. That is, core is a denser medium.
അടുത്തത് ലൂമിങ്. ലൂമിങ് എന്നുള്ള ടേം നമ്മൾ NCERT-യിൽ ഇല്ലാത്തൊരു ടേമാണ്. പക്ഷെ ഒന്ന് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം. പക്ഷേ ലൂമിങ് ഈസ് എ മിറാഷ് ഓഫ് വാട്ടർ. വാട്ടറിലുണ്ടാവുന്ന മിറാജിനെയാണ് നമ്മൾ ലൂമിങ് എന്ന് പറയാം. ഓക്കെ, വിച്ച് ഒക്കേഴ്സ് യൂഷ്വലി ഇൻ വെരി കോൾഡ് റീജിയൻസ്. ഞാൻ ഇതുവരെ പറഞ്ഞതിൽ റിഫ്രാക്ഷൻ എന്നുള്ള ടോപ്പിക്കിൽ റിഫ്രാക്ഷൻ്റെ അതായത് റിഫ്രാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫിനോമിനാസ് തന്നിട്ട് ഇത് എന്താ അതിൻ്റെ റീസൺ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പിന്നെ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിൽ പെൻസിൽ ഇറക്കി വെച്ചാൽ എന്തുകൊണ്ട് ബെൻഡ് ചെയ്യുന്നു, അങ്ങനത്തെ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻ ചോദിക്കാറുണ്ട്. അതുപോലെ ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ പറഞ്ഞ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏതൊക്കെ കേസ്, അതായത് എന്തൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, എപ്പോഴാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുക, അങ്ങനെയൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ മിറാഷ്, അതിൻ്റെ ആപ്ലിക്കേഷൻസായ മിറാഷ്, അതുപോലെ ഡയമണ്ട്, അതുപോലെ OFC, അതും മൂന്നും മാറി ചോദിക്കാറുണ്ട്. പ്രിസം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുമ്പം നോക്കുക. പിന്നെ അതുപോലെ ഈ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഞാൻ എൻഡോസ്കോപ്പിയുടെ ഒരു വിഷ്വൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും വെറുതെ ഒന്ന് കണ്ടു നോക്കുക. എൻഡോസ്കോപ്പി എന്ന് പറയുന്നൊരു സംവിധാനം നമ്മുടെ കുടലിൻ്റെ ഉള്ളിൽ പരിശോധിക്കാൻ പറ്റിയ പരിശോധിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. എൻഡോസ്കോപ്പി പ്രധാനമായിട്ട് നമുക്ക് 2 തരം എൻഡോസ്കോപ്പികളാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. ഒന്ന് അപ്പർ എൻഡോസ്കോപ്പി എന്ന് പറയും, അതായത് കുടലിൻ്റെ മുകൾ ഭാഗം, അതായത് അണ്ണനാളം, വയറ്, ചെറുകുടൽ പരിശോധിക്കുന്ന ടെസ്റ്റാണ് അപ്പർ GI എൻഡോസ്കോപ്പി എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ മറ്റൊരു തരം എൻഡോസ്കോപ്പിയാണ് കൊളോണോസ്കോപ്പി എന്നുള്ളത്. അത് പ്രധാനമായിട്ട് വൻകുടൽ, അതായത് അടിവയർ പരിശോധിക്കുന്ന ടെസ്റ്റാണ് കൊളോണോസ്കോപ്പി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പർ GI എൻഡോസ്കോപ്പി അല്ലെങ്കിൽ OGD സ്കോപ്പി എന്ന് പറയുന്ന ടെസ്റ്റാണ്. ഇത് ചെയ്യുന്നത് ഈ ഇൻസ്ട്രുമെൻ്റ്, ഈ അപ്പർ GI എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടാണ്. ഇതൊരു നേരിയ തിന്നായിട്ടുള്ളൊരു ട്യൂബും അതിൻ്റെ അറ്റത്ത് ഒരു ക്യാമറയും ഘടിപ്പിച്ചിട്ടുള്ള ഒരു ട്യൂബാണിത്. അതിൻ്റെ അവിടെ തന്നെ ഒരു ലൈറ്റിൻ്റെ ഒരു പോയിൻറ്റും ഈ ക്യാമറയുടെ ഉള്ളിലുണ്ട്. ഇത് വെച്ച് നമ്മൾ സാധാരണ ഉള്ള ക്യാമറ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് വെച്ച് നമ്മൾ ഒരാളുടെ ഫയൽ കൂടെ ഉള്ളിൽ കടത്തുമ്പോൾ ഇതിൻ്റെ വീഡിയോ ഇമേജസ് നമുക്ക് ലൈവായിട്ട് ഈ ഹൈ റെസൊല്യൂഷൻ സ്ക്രീനിൽ നമ്മൾ കാണാൻ പറ്റുന്നു, ലൈവായിട്ട് തന്നെ. അതുമൂലം പല തരത്തിലുള്ള കുടലിലെ രോഗങ്ങളായ പ്രധാനപ്പെട്ട അൾസർ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലീഡിങ്, രക്തം ഛർദ്ദിക്കുന്ന രോഗികൾക്ക് അതിനെന്തെങ്കിലും കാരണമുണ്ടോ, അതായത് ട്യൂമറുകൾ, അൾസറുകൾ, ഇതുപോലുള്ള പ്രധാനപ്പെട്ട രോഗങ്ങൾ എല്ലാം നമുക്ക് ഈ എൻഡോസ്കോപ്പി വഴി നമുക്ക് മനസ്സിലാക്കാൻ വളരെ ലളിതമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് രോഗി ഒരു ഔട്ട് പേഷ്യൻ്റ് പ്രൊസീജിയറാണ്. പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വെറും ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ടെസ്റ്റ് ലളിതമായിട്ട് തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. ഇതിന് ഒരു ജനറൽ അനസ്തീഷ്യയുടെ ആവശ്യമില്ല. സാധാരണ നമ്മൾ കൊടുക്കുന്ന ഒരു ലോക്കൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞിട്ട് തൊണ്ട മാത്രം മരവിപ്പിക്കുന്ന ഒരു ലിക്വിഡ് മാത്രമേ നമ്മൾ ഇതിന് കൊടുക്കാറുള്ളൂ. അതൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും തൊണ്ട മരവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് സാധാരണ പോലെ ഈ എൻഡോസ്കോപ്പ് പരിശോധന ചെയ്യുന്നതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാമറ ഘടിപ്പിച്ചിരിക്കുന്ന എൻഡോസ്കോപ്പ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് വഴിയാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇമേജസ് ക്യാപ്ചർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ എയർ, സാധാരണ കുടൽ നല്ലപോലെ കാണാൻ വേണ്ടി എയർ നമ്മൾ ഇതിൽ കൂടെ ശകലം കടത്തി വിട്ടിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് രോഗികൾക്ക് ഇത് ചെയ്യുമ്പോൾ സാധാരണ വയറിൽ ഗ്യാസ് നിറയുന്ന പോലെ അല്ലെങ്കിൽ പെരുക്കം പോലെ അനുഭവിക്കാറുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാൽ വേദനയോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും പൊതുവെ ഈ ടെസ്റ്റിനില്ല. ഇത് നമ്മളിപ്പം എൻഡോസ്കോപ്പി ഉള്ളിൽ തൊണ്ടയിലിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതിപ്പം എൻഡോസ്കോപ്പ് അണ്ണനാളത്തിൽ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഈ അണ്ണനാളം, അതായത് ഈസോഫാഗസ് ആണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ ഒരു കുഴൽ പോലെ ഇങ്ങനെ നമുക്ക് താഴോട്ട് പോകുന്നൊരു ഇതാണ് കാണുന്നത്. ഇതാണ് ഈസോഫാഗോ, അതായത് ഗ്യാസ്ട്രിക് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത്
അന്നനാളവും വയറും തമ്മിൽ ചേരുന്ന ഭാഗങ്ങളാണ് ഇത് നമ്മളിങ്ങനെ ഒരു രണ്ട് കളറായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നത്. ഇത് നമ്മളിപ്പം ഉള്ളിലെത്തിക്കഴിഞ്ഞു. ഇതാണ് വയറ്റിനുള്ളിലുള്ള ആ ഫോൾഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നോർമലായിട്ടുള്ള വയറിൻ്റെ പിക്ചേഴ്സാണ്. ഇതിനകത്ത് അബ്നോർമലായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള അബ്നോർമാലിറ്റീസ് ഒന്നുമില്ല. ചെറിയ ചെറിയ ഗ്യാസ്ട്രൈറ്റിസ് അതായത് പുണ്ണുകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം പൊതുവെ നോർമലാണ്. ഇതാണ് വയറും അതായത് ചെറുകുടലും വയറും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ജംഗ്ഷൻ, ആ ദ്വാരമാണിത്. പൈലോറസ് എന്ന് പറയും. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ ചെറുകുടലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതാണ് ചെറുകുടലിൻ്റെ തുടക്കഭാഗം, ഫസ്റ്റ് പാർട്ട്, അതായത് ഡുവോഡിനം എന്ന് പറയും നമ്മൾ. ഇവിടെയാണ് പൊതുവെ നമ്മൾ ഏറ്റവും കൂടുതൽ അൾസറുകളൊക്കെ പൊതുവെ കാണുന്നത് ഈ ഒരു ഡുവോഡിനത്തിലാണ്, ചെറുകുടലിൻ്റെ തുടക്കത്തുള്ള ഭാഗത്ത്. ഇത് ഇനി അടുത്ത ചെറുകുടലിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇത് സാധാരണ ഈ എൻഡോസ്കോപ്പി വെച്ചിട്ട് നമ്മൾ ചെറുകുടലിൻ്റെ ഒരു തുടക്കം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ പൊതുവെയുള്ള രോഗങ്ങളെല്ലാം തന്നെ ഈ മിക്കവാറും വയറിലോ അല്ലെങ്കിൽ അണ്ണനാളത്തിലോ അല്ലെങ്കിൽ ചെറുകുടലിൻ്റെ തുടക്ക ഭാഗത്തിലോ തന്നെ ആയിരിക്കും. അതുകൊണ്ട് മിക്കവാറും ഉള്ള രോഗങ്ങൾ നമുക്ക് ഈ ഒരു ടെസ്റ്റ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നമ്മൾ അവിടെ ചെറുകുടലിൻ്റെ രണ്ടാം ഭാഗം വരെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുവാണ്. തിരിച്ചു വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശകലം എയർ നിറച്ചിട്ടാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത് എയർ നിറച്ചുകൊണ്ടാണ് ഇങ്ങനെ നല്ല എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്ന നമുക്ക് ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ നമ്മൾ കെയർഫുള്ളായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് ഇതിപ്പോൾ തിരിച്ച് നമ്മൾ ചെറുകുടലിൻ്റെ ആദ്യത്തെ ഭാഗത്ത് എത്തി, അതായത് ഡുവോഡിനം ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഇത് തിരിച്ച് നമ്മൾ വയറ്റിലോട്ട് തന്നെ നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞു. ഇത് ഒന്നും കൂടെ നമ്മൾ കെയർഫുള്ളായിട്ട് വയറ്റിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ ഒന്നും കൂടെ, ഇത് നമ്മൾ എൻഡോസ്കോപ്പ് തന്നെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതായത് എൻഡോസ്കോപ്പി തിരിച്ച് പിടിച്ചിട്ട് നമ്മൾ നോക്കുകയാണ് ഒന്നും കൂടെ വയറിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റാൻ വേണ്ടി. ഇതിലിപ്പം നമ്മൾ ഈ ടെസ്റ്റിലിപ്പം ചെറിയൊരു തടിപ്പ്, വയറ്റിലൊരു ചെറിയൊരു തടിപ്പ് കാണുന്നുണ്ട്. അത് നമ്മൾ പോളിപ്പ് എന്നാണ് അതിന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു കഷ്ണം നമ്മൾ എടുത്ത് പരിശോധിക്കാൻ വേണ്ടി, അത് എന്ത് തരം പോളിപ്പാണ് എന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അതിൻ്റെ ഒരു കഷ്ണം എടുത്ത് പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. അതിനാണ് ബയോപ്സി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ബയോപ്സി ഫോഴ്സസ് എന്ന് പറയും. അത് വെച്ചിട്ട് നമ്മൾ ഒരു ആ തടിപ്പ് കണ്ടതിൻ്റെ ഒരു കഷ്ണം എടുത്ത് പരിശോധിക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. ഇപ്പം നമ്മളിപ്പോൾ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞു. ഇനി ഇത് പുറത്തെടുത്തിട്ട് ഇതിൻ്റെ സാമ്പിൾ നമ്മൾ ഇതിനകത്ത് കിട്ടിക്കഴിഞ്ഞു. എന്ത് തരം പോളിപ്പാണ്, എന്ത് തരം മുഴയാണെന്ന് നമുക്ക് ഡീറ്റെയിൽസ് അതിൻ്റെ പത്തോളജി റിപ്പോർട്ട് കിട്ടുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പം എൻഡോസ്കോപ്പി നമ്മൾ തിരിച്ച് അണ്ണനാളത്തിൽ തിരിച്ച് എത്തിക്കഴിഞ്ഞ് ട്യൂബ്. ഇനി പതുക്കെ അണ്ണനാളവും കൂടെ നമ്മൾ പരിശോധിച്ചിട്ട്